ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വൈറ്റ് ഫോറസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിൻ്റെ ബാറ്റർ നമുക്ക് എടുക്കാം. അതിനായി ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം കേക്കിൻ്റെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് മുട്ടയും ബട്ടറും എടുക്കാം. 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ഇടാം. പഞ്ചസാര പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്തത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒരു അരിപ്പയിലോട്ടിട്ട് അരിച്ചെടുക്കാം. അതിനോടൊപ്പം നമുക്ക് ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം. എന്നിട്ട് ഒരു ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. എന്നിട്ട് അരിച്ചെടുക്കാം. നമുക്ക് നമ്മൾ കുറേശ്ശെ ഇട്ടാണ് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. ബാക്കിയൂടെ കുറേശ്ശെ ആയിട്ട് നമുക്ക് അരിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്യാം. ഒന്നുകൂടി ബീറ്റ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ട്രേയിലോട്ട് മാറ്റാം. നമുക്ക് ആ ട്രേയിൽ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. സ്പാറ്റിൽ വെച്ച് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ട്രേയിലോട്ട് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ട്രേയിലോട്ട് മാറ്റാം. നമ്മളെ കേക്ക് മിക്സ് ട്രേയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു 10-20 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. ഏറ്റവും കുറഞ്ഞതാണ് ഇതിൽ നിന്ന് എയർ പോവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു പ്രഷർ കുക്കർ 15 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ കൂട്ട് അതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. കേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വയ്ക്കാം. വിസിലിടാതെയാണ് നമ്മൾ മൂടി വെച്ചിരിക്കുന്നത്. ഒരു 40 മിനിറ്റ് നമുക്കിത് ചെറിയ തീയിലിട്ട് എടുക്കാം. നമ്മളെ കേക്ക് 45 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. കേക്ക് അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് എടുത്ത് നോക്കാം. അടിപൊളിയായി വന്നിട്ടുണ്ട്. കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്കിനി ഒരു കേക്ക് സ്റ്റാൻഡിലോട്ട് ഒരു ട്രേ വയ്ക്കാം. വെച്ചിട്ട് നമ്മൾ കേക്ക് വയ്ക്കാം. നമുക്കിനി ഇതിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു കട്ടിങ് കത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് റൗണ്ടിന്
ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. വേറൊരു ട്രേയിലോട്ട് വയ്ക്കാം. കേക്ക് 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കേക്കിൽ ഒഴിക്കേണ്ട സിറപ്പാണ്. ഞാൻ ചെയ്തിരിക്കുന്നത് 1.5 കപ്പ് പാലും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ബോയിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് നോർമൽ സിറപ്പ്, അതായത് ഷുഗർ കാരമലൈസ് ചെയ്ത് ഇത് ചേർത്താലും മതി. പക്ഷെ ഞാൻ ഈ സിറപ്പ് ഇങ്ങനെ എടുത്തത് കുറച്ചും കൂടി ടേസ്റ്റ് ആയതുകൊണ്ടാണ്. നല്ലതായിട്ട് ഫുള്ള് കവർ ചെയ്ത് നമുക്ക് ഒഴിക്കണം. ഇതുപോലെ ഫുള്ള് എല്ലായിടത്തും എത്തണം. അടുത്ത ടോപ്പ് പാർട്ട് നമുക്ക് ഇതിലോട്ട് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഈ സിറപ്പ് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ ഒഴിക്കാം. എല്ലായിടത്തും എത്തണം. നമ്മൾ സിറപ്പ് ഒഴിച്ച് ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക്. ഇനി അടുത്തത് ഗനാഷാണ്. അത് 1/2 കപ്പ് ഫ്രഷ് ക്രീമും 1 കപ്പ് ഗ്രേറ്റഡ് വൈറ്റ് ചോക്ലേറ്റും ഇട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഗനാഷ് നമ്മൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കലാണ്. അതിനായി ഒരു 3 കപ്പ് വിപ്പിംഗ് ക്രീം ബൗളിലോട്ട് ഒഴിക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് വരുള്ളൂ. നമ്മൾ ഈ പാത്രം എടുത്ത് തിരിച്ചു വെച്ചാൽ അത് താഴെ പോവാത്ത വിധം ആവണം. നമ്മൾ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതാ ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ ഇതുപോലെ ഇരിക്കണം. ഈ ഗനാഷിനെ നമുക്കിനി മൂസാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന വിപ്പിംഗ് ക്രീം ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതിനായി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതായത് കേക്കിൻ്റെ ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൂസ് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മൾ ടോപ്പ് ലെയർ വയ്ക്കാം. നമുക്ക് ടോപ്പ് ലെയറിൽ അടുത്ത മൂസ് വയ്ക്കാം. ഇതിൻ്റെ സൈഡിലെ എഡ്ജിലായിട്ട് ചെറുതായിട്ടൊന്ന് മൂസ് ഇട്ട് ഫില്ല് ചെയ്യാം. അടുത്തത് വിപ്പിംഗ് ക്രീം നമുക്ക് ഫില്ല് ചെയ്യാം ടോപ്പ് പാർട്ടിലോട്ട്. നമുക്ക് വീണ്ടും ഒന്ന് ഫില്ല് ചെയ്യാം. വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ടോപ്പ് ഫില്ല് ചെയ്യാം. എഡ്ജിലും എല്ലാത്തിലും ഫുള്ള് കവർ ചെയ്യുക. നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി ഡെക്കറേറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. നമ്മൾ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നമുക്കിനി കേക്ക് കട്ട് ചെയ്ത് നോക്കാം. നമ്മളെ ലെയറെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിച്ച് നോക്കണം. നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ, താങ്ക് യു.